സോ വെൽക്കം ബാക്ക്. കുറേ നാളുകൾക്ക് കാത്തിരിപ്പിന് ശേഷം നമ്മളെ എമ്പുരാൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ, എന്നെ പിന്തുടരുന്നവർ. അത് കലക്കി. നമ്മളെ ലൈക്ക പണി കൊടുത്തപ്പോൾ ഗോകുലം ഗോപാലനാണല്ലോ മൊത്തത്തിൽ അവരാ ക്രൈസിസ് അങ്ങ് മാറ്റി കൊടുത്തത്. അതുകൊണ്ട് ഗാന്ധിജിയുടെ പടം വന്നപ്പോൾ അവിടെയാണ് ഗോകുലം ഗോപാലൻ പ്രസൻസ് ശ്രീ ഗോകുലം മൂവീസ് എന്ന് എഴുതി കാണിച്ചത്. അതെന്തായാലും നന്നായി. മറ്റേ ലൂസിഫർ ഫസ്റ്റിലെ ആ സീനുണ്ടല്ലോ, യു ഹാവ് എ മെസ്സേജ്, ആ സീൻ കറക്റ്റ് റീക്രിയേറ്റ് ആയി ഇതിൽ കറക്റ്റായിട്ട്. ആരാണ് അവരാണ് എൻ്റെ മക്കൾ. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ സംസ്ഥാനത്തിനെ ടോവിനോ പഴയ ലുക്ക് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു കൂളിംഗ് ഗ്ലാസ് കയറിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്നു. സുരാജ് മറ്റേ വലതുപക്ഷ BJP ടൈപ്പ് ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു പുതിയ ക്യാരക്ടർ കയറിയിട്ടുണ്ട് സുരാജിൻ്റെ, നല്ലൊരു ക്യാരക്ടർ ആയിരിക്കും. ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ. നന്ദു और राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. ലൂസിഫറിലെ പോലെ തന്നെ ഫുൾ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച് മറ്റേ ഖുറേഷി എബ്രഹാമിൻ്റെ ആ ഏരിയയൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ഇപ്പോഴും പഴയ ലൂസിഫറിൻ്റെ പരിപാടിയൊക്കെ തന്നെ, നാട്ടിലത്തെ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നോർത്തിലേക്ക് പോയിട്ടുണ്ട്, ഹിന്ദിക്കാരൊക്കെ വരുന്നുണ്ട്. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്താ ബുൾഡോസറൊക്കെ വരുന്നുണ്ടല്ലേ. ഞാൻ ഈ വില്ലനെ പൃഥ്വിരാജിന്റെ പേജിൽ മറ്റേ ക്യാരക്ടർ ഇൻട്രൊഡക്ഷനിൽ കണ്ടു. എനിക്ക് ഈ വില്ലനെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. പക്ഷേ ഈ വില്ലൻ ആയിരിക്കില്ല, ചിലപ്പോൾ മെയിൻ വില്ലൻ വേറെ ഉണ്ടായിരിക്കും. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേൾക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? Ma'am, you are going live. 5. ടർക്കി, ലണ്ടൻ, ഫ്രാൻസ്, യമൻ, സെനഗൽ, ഇറാഖ്, ചൈന, നൈലോഷ്യൊക്കെ ഉണ്ട്. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോഗോളങ്ങളുടെ എമ്പുരാൻ. ഷാജോൺ ഉണ്ടല്ലോ, ഇപ്പം ഈ കൊട പിടിച്ചു കൊടുക്കുന്ന ഷാജോണാണ്. ഷാജോൺ ലൂസിഫറിൽ മരിച്ചുപോയില്ലേ ലാസ്റ്റ്? ഒരു മര്യാദയൊക്കെ വേണ്ടടേന്ന് പറഞ്ഞ് കൊല്ലണ ഷാജോണല്ലേ. അപ്പോൾ ഷാജോൺ ശരിക്കും മരിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ മുമ്പത്തെ എന്തെങ്കിലും സീൻ കാണിക്കുന്നതാണോ അത്? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ട് എപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. Face the world around. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുന്നു. ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. Zaid Masood. We have to end this war. So Stephen, come back. Save your man. Save God's own country. അയ്യോ, അത് പൊളിച്ചിട്ടാ. ഫസ്റ്റ് ലൂസിഫറിലത്തെ ആ വാടാ എന്ന് വിളിക്കുന്നതല്ല, അത് വേറൊരു ടൈപ്പായി കൊടുത്തിട്ടുണ്ട്. ആ
answer this one question. Who are you really? Lucifer. ലൂസിഫറിൽ എമ്പുരാൻ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു, എമ്പുരാനിൽ ലൂസിഫർ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. അങ്ങനെ ട്രെയിലർ കഴിഞ്ഞു. 27-ാം തീയതി അങ്ങനെ നമുക്ക് കാണാം. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ള ലെവലിലാണ് ട്രെയിലർ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ അത് അങ്ങനെ തന്നെ ആവാൻ വഴിയില്ല. കാരണം പൃഥ്വിരാജിന് കുറച്ചും കൂടി ബുദ്ധിയുള്ള കാരണം ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇട്ടിരിക്കും. പക്ഷേ ഇതിലെ സീനുകളൊക്കെ വളരെ വ്യക്തമാണ്. ഒന്നാമത്തത് ഇതിൻ്റെ വില്ലൻ ടോവിനോ എന്നുള്ള ലെവലിലേക്കാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലൂസിഫറിൻ്റെ അതേ പാട്ട് പോലെ തന്നെ ഒരു കഥയാവാനേ ചാൻസ് ഉള്ളൂ. കാരണം ലൂസിഫറിലും നാട്ടിലെ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് മോഹൻലാൽ വരുന്നു. ഇതും ഇവൻ വിട്ടെറിഞ്ഞു പോയതാണ്. പക്ഷേ ഗോഡ്സ് ഓൺ കൺട്രിയും ആ രാഷ്ട്രീയവും ആ IOF എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ലാൻഡ് രക്ഷിക്കാനായിട്ട് ഖുറേഷി അബ്രഹാം വീണ്ടും ലൂസിഫറായി അതിൽ പറഞ്ഞ ക്യാരക്ടറായിട്ട് തിരിച്ചു വരുന്നു. ഇതിലൊരു തേർഡ് പാർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. മിക്കവാറും ഖുറേഷി അബ്രഹാമിൻ്റെ പാട്ട് തേർഡ് പാർട്ടിലായിരിക്കും ആ ഖുറേഷി അബ്രഹാമിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. പക്ഷേ റഷ്യയിലൊക്കെ പോയി ഷൂട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട് ഇതിലത്തെ. പക്ഷേ ഇതിൽ കാണിക്കുന്ന ഈ പറഞ്ഞ മാതിരി ഫ്ലൈറ്റുകളും വെടിവെപ്പും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. കാരണം വെച്ചാൽ ഇതിൽ തന്നെ ഒരുപാട് മെയിൻ പ്ലോട്ട് ഇവിടെ കിടക്കുന്നുണ്ട് ട്രെയിലറെ സംബന്ധിച്ചിടത്തോളം. അവിടെ നമ്മൾ ജിതിൻ രാംദാസ് ടോവിനോയ്ക്ക് ഇതൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു പോകുന്നു. ദൈവപുത്രൻ പിന്നെയും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പുള്ളിയോട് പരാതി പറയാൻ ഈ നാട്ടുകാരനെ വരും. അത് മിക്കവാറും മറ്റേ വർമ്മയൊക്കെ ഉണ്ടല്ലോ, സായികുമാറൊക്കെയാണ് പിന്നെയും വിളിക്കുന്നത്. സായികുമാറൊക്കെ മോഹൻലാലിൻ്റെ ഗ്യാങ് ആയിട്ടുണ്ടാവും. സോ അത് കഴിഞ്ഞിട്ടാണ് ഇവൻ തിരിച്ചു വരുന്നു. എന്നിട്ട് ഇതൊക്കെ ശരിയാക്കുന്നു. പിന്നെയും ഖുറേഷി അബ്രഹാമിൻ്റെ പാട്ട് തേർഡ് പാർട്ടിൽ വരാനേ ചാൻസ് ഉള്ളൂ. കാരണം ഇതിലെല്ലാം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ചില ട്രോളുകളൊക്കെ വന്നു. ഒരു ഗസ്പ്രിങ് ഉണ്ടല്ലോ, മറ്റേ ഗസ്പ്രിങ് എന്നല്ല ആളെ പേര്, മറ്റേ ബ്രേക്കിംഗ് ബാഡിലത്തെ പുള്ളിയാണ് വില്ലൻ. ആ ഡ്രാഗൺ ബാക്കിൽ വരച്ചിട്ടുള്ള ഒരു പുള്ളി ഉണ്ടല്ലോ, പുള്ളി ഗസ്പ്രിങ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അത് പക്ഷേ ആ ട്രെയിലറിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ടൊക്കെ കുറേ പേര് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ കുറേ നോക്കി ട്രെയിലറിൽ അങ്ങനെ ഒരു പോർഷൻ ഉണ്ടോയെന്നുള്ളത്. പക്ഷേ ആളെ ഒന്നും കാണാനില്ല. അതൊക്കെ ചുമ്മാ അവർ എഡിറ്റ് ചെയ്ത് വിടണമായിരിക്കുള്ളൂ. എന്തായാലും വില്ലൻ എല്ലാ ക്യാരക്ടറുകളും റിവീൽ ചെയ്ത സ്ഥിതിക്ക് ഇനി വേറൊരു വില്ലൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ ചാൻസ് ഉണ്ടാവാൻ ചെയ്യും. പക്ഷേ പൃഥ്വിരാജിൻ്റെ ഒരു ഐക്യു വെച്ചിട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് അതിൻ്റെ കഥകൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയറായി പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇതിങ്ങനെ ഓപ്പണായിട്ട് ട്രെയിലർ ഇടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഫ്രെയിംസുകളൊക്കെ അസാധ്യമായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഹോളിവുഡ് ലെവലിലേക്ക് സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. അത് മറ്റേ മുമ്പ് ഇറങ്ങിയ ആ ടീസർ കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായിരുന്നു. അതിൽ പക്ഷേ ഡയലോഗുകളൊന്നും നല്ല ലൂസിഫറിലത്തെ ഡയലോഗുകളായിരുന്നു. പക്ഷേ ഇതിൽ ഡയലോഗ്സും ഉണ്ട്. ഇതിലത്തെ സീനുകളും ഷോർട്സുകളൊക്കെ ഹെവിയാണ്. പ്രത്യേകിച്ച് ആ മറ്റേ വാടാന്നൊക്കെ പറയുന്ന സീനുകളൊക്കെ നമ്മൾ ശരിക്കും എന്തായാലും കോരിത്തിരിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും 27-ാം തീയതി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ട്രെയിലർ റിവ്യൂ പോലെ മൂവിയുടെ റിവ്യൂ ഈ ചാനലിടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, ബൈ.